ഹലോ ഓൾ വെൽക്കം ടു മിൻറ്റ് PSC. സോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ October 3 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട ഒരു ടൈമാണ്. സോ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സാം? നമുക്കറിയാം പ്രിലിംസ് പ്ലസ് മെയിൻസ് എക്സാം എന്നുള്ള രീതിയിലാണ് നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിലിംസിനും അതോടൊപ്പം തന്നെ മെയിൻസിനും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് രണ്ട് പ്രിപ്പറേഷൻസ് ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ ആണ്. കാരണം എക്സാം ഡേറ്റ് നമുക്ക് വന്നിട്ടില്ല. പ്രിലിംസിന്റെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒരുമിച്ച് നടക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ SPCID എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചിലപ്പോൾ KITക്കും കൂടെയുള്ള പ്രിലിംസ് ഒപ്പം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു 3-4 മാസത്തിൻ്റെ ആ ഒരു ഇടയിൽ തന്നെ നമുക്ക് മെയിൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ചാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ഒരുമിച്ച് പഠിച്ചു പോകുമ്പോൾ നമുക്കറിയാം ലോ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ? ലോ എന്ന് പറയുന്ന 50 മാർക്കിൻ്റെ ലോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയാവുന്ന രീതിയിൽ 50 മാർക്കിന്റെ പോർഷൻസ് മെയിൻസ് എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 50 മാർക്കിന്റെ പോർഷൻസും കൂടെ ആ ഒരു ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ മറ്റൊരു എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാത്തൊരു ഏരിയ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ടായിരിക്കും നമ്മൾ ലോ എന്ന് പറയുന്ന ഏരിയ സ്പെഷ്യൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എനി ഡിഗ്രി എക്സാം ആണ്. ലോ ഡിഗ്രി ഉള്ളവർക്ക് ഡിസൈറബിൾ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനി ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സാധാരണ ഏത് ഡിഗ്രി പഠിച്ചവരും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും ലോ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ എന്താണ് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് സമയമുണ്ട്. മെയിൻസിലേക്ക് എന്തായാലും ഒരു 6 മാസം നമുക്ക് സമയം എന്തായാലും ഉണ്ടാവും. സോ ആ ഒരു ഇടവേള നമ്മൾ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് രണ്ടും പാസ്സായിട്ട് ഒരു എക്സാമിന് പാസ്സായി ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും നമ്മൾ ഒരുമിച്ച് പഠനം കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രിലിംസ് ഇപ്പം നമുക്ക് ഏകദേശം ഒരു ജാനുവരി ഫെബ്രുവരിയോട് കൂടെ തന്നെ പ്രിലിംസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഡിസംബർ കലണ്ടർ വരെ വന്നതിൽ നമുക്ക് എന്തായാലും പ്രിലിംസ് എക്സാം വന്നിട്ടില്ല. സോ ഇനി ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കാം നമുക്ക് പ്രിലിംസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. മിക്കവാറും KITയുടെ പ്രിലിംസും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതോടൊപ്പം തന്നെ എന്താണ് അതിനുശേഷം ഉടനെ തന്നെ മെയിൻസ് വരും. അപ്പോൾ അതിനുശേഷം പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 50 മാർക്കിന്റെ പോർഷൻസ് ലോ ഒന്നും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ബാക്കി 50 മാർക്കിന്റെ പോർഷൻസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ പെട്ടെന്ന് ആ ഒരു പ്രിലിംസിന് ശേഷം പഠിക്കാമെന്ന് കരുതരുത്. ഒരുമിച്ച് പോകുന്നതാണ് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കേട്ടോ. പ്രിലിംസിനും മെയിൻസിനും വേണ്ടി ഒരുമിച്ച് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പ്രിലിംസിന്റെ സബ്ജക്ട്സും ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം. നമുക്ക് അറിയാവുന്നതാണ് ഡിഗ്രി പ്രിലിംസിന്റെ നമ്മൾ സാധാരണ എഴുതുന്ന കോമൺ ആയിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ സിലബസിലാണ് ഫസ്റ്റ് നമ്മൾ പ്രിലിംസ് എക്സാം വരിക. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ്, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിലിംസ് എക്സാമിനായിട്ട് വരിക. ഇനി മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറയും. കാരണം 50 മാർക്കിൻ്റെ ലോ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഉണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ബയോളജി എന്ന് പറയുന്ന ഒരു ഏരിയ, ഫിസിക്സ്, കെമിസ്ട്രി മറ്റൊരു ഏരിയ ആയിട്ട് വരുന്നു. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ദെൻ അതിനുശേഷം കറണ്ട് അഫയേഴ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രമായിട്ട് 8 മാർക്ക് വരുന്നു. അതിനുശേഷം സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ്, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ റീജിയണൽ ലാംഗ്വേജ് മലയാളം. അതിനുശേഷം 50 മാർക്കിൻ്റെ ലോ ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. പ്രിലിംസിൻ്റെ സിലബസും മെയിൻസിൻ്റെ സിലബസും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്, പക്ഷേ എങ്കിൽ പോലും നമുക്ക് എല്ലാ സബ്ജക്ട്സും തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതാണ് പ്രിലിംസിന് ആവശ്യമുള്ളത്, ഏതാണ് മെയിൻസിന് എക്സ്ട്രാ ആവശ്യമുള്ളത്, അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് ചേഞ്ച് ആണുള്ളത്, ഇത്തരം കാര്യങ്ങളെ പറ്റി വ്യക്തമായൊരു ധാരണ നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണം. ഓക്കെ, ഇനി പഠിച്ചു തുടങ്ങാനായിട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ നമുക്ക് എളുപ്പത്തിനായിട്ട് ഒരു 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ഗ്രൂപ്പ്സ് ആക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഗ്രൂപ്പിനായിട്ട് ഓരോ ദിവസം ഇട്ടാണ് ഇപ്പോൾ സ്റ്റഡി പ്ലാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 5 ഗ്രൂപ്പ്സിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ് ഇതിനകത്ത് ഏറ്റവും അധികം മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ
പ്രിലിംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മാത്സിന് 20 മാർക്കാണ് വന്നിട്ടുള്ളത്. 20 മാർക്കിൻ്റെ മാത്സ് ആൻഡ് റീസണിങ് കാണാം. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. അപ്പോൾ അങ്ങനെ 50 മാർക്കാണ് ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 50 മാർക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സബ്ജക്ട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയ ആണ് ഈ ഒരു ഗ്രൂപ്പ് 1. ഓക്കെ, ഏതൊക്കെയാണ് ഗ്രൂപ്പ് 1 വരുന്നത് മനസ്സിലായോ? ഗ്രൂപ്പ് 1 വരുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് ആക്കിയേക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ പ്രിലിംസിലേക്ക് വരുമ്പോൾ എന്താണ്, 50 മാർക്കിൻ്റെ പ്രിലിംസ് ആണ്. 50 മാർക്കിൻ്റെയാണ് പ്രിലിംസിന് ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന 3 സബ്ജക്ട്സ് വരുന്നത്. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് 10 മാർക്കിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് 10 മാർക്ക്, ദെൻ മാത്സ് ആൻഡ് റീസണിങ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക്. അപ്പോൾ ഇവിടെ 30 മാർക്കോളം എന്ത് തന്നെയാണ്, ഈ സബ്ജക്ട്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് 1 കാറ്റഗറിയിൽ വരുന്ന ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറഞ്ഞ സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? എന്താണ്, 50 മാർക്കിനാണ് ഇത് പ്രിലിംസിൽ വരുന്നത്. അതുപോലെ 30 മാർക്കിനാണ് ഇത് മെയിൻസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ 50 മാർക്ക് ലോ ആണ് വരുന്നത്. അപ്പോൾ 50, 30 കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും 20 മാർക്കിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സിനാണ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. സോ ഗ്രൂപ്പ് 1 കാറ്റഗറിയിൽ വരുന്ന ഈ 3 സബ്ജക്ട്സ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്നതിന് നമ്മൾ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ആക്കിയേക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഇതിന് ഡെയിലി പ്രാക്ടീസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം PYQs നിങ്ങൾ ചെയ്യുക. എത്രത്തോളം ടെസ്റ്റ് സീരീസുകൾ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം PYQs ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ് ഗ്രൂപ്പ് 1 വരുന്ന ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മലയാളം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായി. ഇനി അടുത്ത എന്താണ്, ഗ്രൂപ്പ് 2ലേക്ക് വരുമ്പോൾ ലോ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ ഗ്രൂപ്പ് 2 ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ലോയിൽ നമുക്കറിയാം 50 മാർക്കിൻ്റെ ലോ ആണ്, മെയിൻസിന് മാത്രമാണ് വരുന്നത് 50 മാർക്കിൻ്റെ ലോ. അപ്പോൾ ഇതിനകത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു എന്താണ്, നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ പ്രിലിംസിലും മെയിൻസിലായാലും നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടിലും ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ലോ എന്ന് പറയുന്ന മറ്റുള്ള പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പഠിക്കേണ്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് കുറച്ചൊന്ന് എന്താണ് പാരലായിട്ട് രണ്ടിലും കൂടെ ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ലോ എന്ന് പറയുന്നതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കുറേ അധികം ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടാണ് നിങ്ങൾ വ്യക്തമായിട്ട് സിലബസ് എടുത്ത് നോക്കുക. സിലബസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് കൃത്യമായിട്ട് തന്നെ മൊഡ്യൂളായിട്ട് തിരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ലോയിൽ. അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. അതുകൊണ്ട് ഒറ്റ ഗ്രൂപ്പായിട്ട് തന്നെയാണ് അതിനിട്ടിട്ടുള്ളത്. ഒരേ ഒരു ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പായിട്ട് നമ്മൾ ലോ എന്ന് പറയുന്ന ഏരിയയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി അടുത്തത് തേർഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, പൊളിറ്റി. സ്റ്റാറ്റിക് സബ്ജക്ട്സ് ആണല്ലോ. PSC പഠിക്കുമ്പോൾ ആവശ്യമുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇത്. ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ തന്നെ സിവിക്സും പൊളിറ്റി. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് 3യിൽ ഇട്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മെയിൻസിലേക്ക് വരുമ്പോൾ കുറവാണ്. മനസ്സിലായോ? അപ്പോൾ 2 മാർക്ക് 1 മാർക്കൊക്കെയാണ് ഈ ഒരു സബ്ജക്ട്സിന് വരുന്നുള്ളൂ മെയിൻസിലേക്ക് വരുമ്പോൾ. സോ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഒറ്റൊരു കാറ്റഗറിയിലാക്കി ചുരുക്കാനായിട്ട് പറ്റും. സോ ഇതിനെ ഗ്രൂപ്പ് 3 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഇതിനെ വച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകമായിട്ട് നോക്കുക. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, പൊളിറ്റി. ഇത്രയും സബ്ജക്ട്സ് ഗ്രൂപ്പ് 3 ആക്കിയേക്കാണ്. ഇനി അടുത്തത് ഗ്രൂപ്പ് 4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ GK എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലേ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരെയുള്ള ഏരിയ. ഓക്കെ, ഇത്രയും ഏരിയ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 10, 20, 30 മാർക്കാണ് പ്രിലിംസിന് ഈ ഒരു ഏരിയ എന്ന് വരിക. 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്രയും സബ്ജക്ട്സിൽ നിന്ന്, അതായത് നമ്മുടെ ഗ്രൂപ്പ് 3യിൽ വരുന്ന സബ്ജക്ട്സിൽ നിന്നും പ്രിലിംസിന് 30 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ വരുന്നില്ല. ലോ എന്ന് പറയുന്ന ഏരിയയിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. സോ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഇത്രയും ഏരിയാസ് ആണ് ഇവിടെ വരുന്നത്. സോ അതിന് എത്രയാണ്? 6 മാർക്ക് മാത്രമാണ് വരുന്നത്. മനസ്സിലായോ? 6 മാർക്കാണ് വരുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിന് ഒരുപാട് ഓരോ സബ്ജക്റ്റിനും ഓരോ ദിവസം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാറ്റഗറി ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് 3യിലേക്കാണ് വരുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, പൊളിറ്റി.
ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 4ൽ അടുത്ത ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ സബ്ജക്ട്സ് ആണ്? ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മൾ അടുത്ത ഗ്രൂപ്പായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കുറേ കൂടെ കറണ്ട് അഫയേഴ്സിനും കൂടെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തായാലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. കറണ്ട് അഫയേഴ്സിൽ ഡെയിലി വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കണം. ഇനി അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം ഇത്രയും സബ്ജക്ട്സിലേക്ക് വരുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന് 10 മാർക്കാണ് പ്രിലിംസിന് വരുന്നത്. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 5 മാർക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ 2 സബ്ജക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. അപ്പോൾ മൊത്തത്തിൽ 20 മാർക്കാണ് പ്രിലിംസിന് ഈ ഒരു ഏരിയ എന്ന് വരിക. ഓക്കെ, 20 മാർക്കാണ് പ്രിലിംസിന് നമ്മുടെ ഗ്രൂപ്പ് 4ൽ നിന്ന് വരുന്നത്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറയുന്ന ഏരിയന്ന് 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്, 1 മാർക്കിനാണ്. ഓക്കെ, ഇനി അപ്പം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, സെയിം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ 1 മാർക്കിനാണെങ്കിലും ആ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് പോകണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ 1 മാർക്ക് വെയിറ്റേജിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ഇടുക എന്ന് പറയുന്നതും പോസിബിൾ അല്ല. അത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല, അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇതൊരു ഗ്രൂപ്പായിട്ട് ഒറ്റ ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് നമ്മൾ പഠിച്ചാൽ മതി. അത്രയും സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം അതിന് കൊടുത്താൽ മതി. വെയിറ്റേജ് കുറയുന്ന സബ്ജക്ട്സിന് അത്രയും കുറവ് ടൈം മാത്രം കൊടുക്കുന്നതാണ് എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ള കേട്ടോ. വെയിറ്റേജ് കുറഞ്ഞുള്ള സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് സമയം എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നത് 1 മാർക്കോ 2 മാർക്കോ ആണെങ്കിൽ വലിയ യൂസ്ഫുൾ ആവില്ല അത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഗ്രൂപ്പായിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഇടാൻ പറ്റുക? ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, 30 മാർക്കിനാണ് പ്രിലിംസിൽ വരുന്നത്. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് മാർക്ക് മാത്രമാണ്, 3-4 മാർക്കൊക്കെയാണ് വരുന്നുള്ളൂ. സോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ എല്ലാ സബ്ജക്ട്സിനെയും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുള്ളത്. എന്താണ് ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ നമ്മൾ CA കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ടാണ് ഈ ഒരു 5ാമത്തെ ഗ്രൂപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ്, കറണ്ട് അഫയേഴ്സ് 8 മാർക്ക് കറണ്ട് അഫയേഴ്സ് മെയിൻസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് മെയിൻസിലുണ്ട്. 8 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ ഒക്കെ വരുമ്പോൾ എന്തായാലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇനി സയൻസ് ആയിട്ട് ബേസിക് സയൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും കുറേയൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കൊക്കെ വരുമ്പോൾ കുറേയൊക്കെ സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ഇസ്രോ റിലേറ്റഡ് ആയിട്ടുള്ളത്, സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്തൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അതും എന്താണ്, കുറേയൊക്കെ കറണ്ട് അഫയേഴ്സിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നമ്മൾ 5ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നാക്കിയിരിക്കുകയാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? സോ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, സ്റ്റഡി പ്ലാനിന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് മൊത്തത്തിലുള്ള സിലബസിനെ 5 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട 3 സബ്ജക്ട്സ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, വെയിറ്റേജ് കൂടുതലാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വരുമ്പോൾ ലോ ആണ്. മെയിൻസിന് മാത്രം വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ ഗ്രൂപ്പ് 2 ഇട്ടിട്ടുള്ളത്, ലോ. ഇനി തേർഡ് കാറ്റഗറി, തേർഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, പൊളിറ്റി എന്ന് പറയുന്ന PSCയിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റാറ്റിക് പോർഷൻ ആണ്. കൃത്യമായിട്ട് പഠിച്ചു പോകും. നമ്മൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്താലും പഠിക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലേ? അപ്പം ഇതിന് കൃത്യമായിട്ട് റിവിഷൻ കൊടുത്താൽ മതി. നിങ്ങൾ മാക്സിമം PYQs ചെയ്ത് പോവുക, ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഗ്രൂപ്പ് 4ലേക്ക് വരുമ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഏരിയ ആണ് ഗ്രൂപ്പ് 4ൽ വരുന്നത്. ഗ്രൂപ്പ് 5ലേക്ക് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ സിലബസിനെ ഗ്രൂപ്പ്സ് ആക്കിയിരിക്കുകയാണ്. ഇനി ഈ ഓരോ ഗ്രൂപ്പിലും നമുക്ക് ഓരോ ദിവസം വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് വീക്ക്ലി പ്ലാൻ ആണ് കേട്ടോ. അപ്പോൾ ഓരോ വീക്കിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം നമുക്കൊരു 5-6 മാസം നമുക്കിനി എന്തായാലും മുമ്പിലുണ്ട്. അപ്പോൾ നമുക്കൊരു 6 മാസം എന്ന അപ്രോക്സിമേറ്റ്ലി ഒരു 6 മാസം എടുക്കുകയാണെങ്കിൽ ഒരു 24 ആഴ്ചയോളം നമുക്കുണ്ട്. ഒരു 24 വീക്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 24 ആഴ്ചകളെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, മാക്സിമം റിവിഷനും കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്ര നന്നായിട്ട് ഈ ഒരു ഓരോ ആഴ്ചകളെയും നമ്മൾ യൂസ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ സിലബസ് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകും. അപ്പോൾ കവർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഓരോ ഗ്രൂപ്പായിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എളുപ്പത്തിൽ തന്നെ നിങ്ങൾ പോലും അറിയാതെ പ്രിലിംസും മെയിൻസും പാരലലായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഓരോ ഗ്രൂപ്പിനും ഓരോ ദിവസം കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. സോ നമുക്ക് നോക്കാം. വീക്ക് 1ലേക്ക് വരുമ്പോൾ ഞാൻ 2 വീക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറഞ്ഞു വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ വീക്ക് 1 ഒരു പ്ലാൻ. വീക്ക് 1ലേക്ക് വരുമ്പോൾ നമ്മൾ ഡേ 1
മൺഡേ തൊട്ട് സൺഡേ വരെ ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഡേ 1 എന്ന് പറയുമ്പോൾ നമുക്ക് മൺഡേ ആണ് വരിക. മൺഡേയിൽ ഗ്രൂപ്പ് 1 വരുന്ന സബ്ജക്ട്സ് പഠിക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഗ്രൂപ്പ് 1 ഇട്ടിട്ടുള്ളത്. സോ ഈ ഒരു ഗ്രൂപ്പ് 1 വരുന്ന സബ്ജക്ട്സ് ആണ് ഡേ 1 പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ വൊക്കാബ്സ് പഠിക്കാം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വൊക്കാബ്സ് പഠിക്കാം, അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാം. മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓരോരോ പോർഷൻസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാം. മാത്സ് വരുമ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസം മൺഡേ നിങ്ങൾ ഫുള്ളായിട്ട് ഗ്രൂപ്പ് 1 വേണ്ടി കിട്ടും. ഇനി അടുത്ത ദിവസം ഡേ 2 വരുമ്പോൾ, ട്യൂസ്ഡേയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലോ എന്ന് പറയുന്ന ഒരു പോർഷന് വേണ്ടി മാത്രം. അപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ലോയ്ക്ക് വേണ്ടി മാത്രം. അന്ന് വേറെ ഒന്നും പഠിക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് ലോ എന്ന പോർഷൻ പഠിക്കുക. കാരണം എല്ലാവർക്കും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. ഇപ്പോൾ ലോ ഡിഗ്രി നിന്ന് വരുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും ഈ ഒരു ഏരിയ. പക്ഷെ അല്ലാത്തവർക്ക്, നോർമലായിട്ട് എനി ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് കുറച്ച് സമയം കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ലോ എന്ന് പറയുന്ന ഒരു വിഷയം മാത്രം ഒറ്റ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അതിനു വേണ്ടി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ദിവസം റിവിഷന് വേണ്ടി കൊടുക്കുക. ഡേ 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള 2 പോർഷൻസ്, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആണ് നിങ്ങൾ മൺഡേ ആൻഡ് ട്യൂസ്ഡേ പഠിച്ചത്. അതിന് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ കൊടുക്കുക. ആ കാര്യങ്ങൾ പക്കയാക്കിയിട്ട് മാത്രം അടുത്ത ദിവസത്തേക്ക് പോയാൽ മതി. ഓക്കെ, ഇനി 4ാമത്തെ ദിവസം വരുമ്പോൾ, അതായത് തേഴ്സ്ഡേ വരുമ്പോൾ, അപ്പോൾ വെനസ്ഡേ റിവിഷൻ ഡേ ആണ്. ഇനി 4ാമത്തെ ദിവസം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് 3 വരുന്ന സബ്ജക്ട്സ് പഠിക്കുക. അതായത് GK, സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന സബ്ജക്ട്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, പൊളിറ്റി, എക്കണോമിക്സ്. ഈ സബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡേ 4 തേഴ്സ്ഡേ ഇടേണ്ടത്. ഇനി അടുത്തത് ഡേ 5 വരുമ്പോൾ അടുത്ത ഗ്രൂപ്പിൽ വരുന്ന സബ്ജക്ട്സ് ഇടാം. അപ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, സയൻസ്, കമ്പ്യൂട്ടർ. നമുക്കറിയാം വെയിറ്റേജ് കുറവാണ്. സോ ഒരുപാട് നേരം ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രം ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തേ ഒരു ദിവസം തന്നെ ഇതിൻ്റെ എല്ലാം PYQs ചെയ്ത് പോകാം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്ന് നോക്കി പോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഇതിനെ നിങ്ങൾക്ക് നോക്കാം. ഇനിയിപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫിയിലേക്കൊക്കെ വരുമ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആഡ് ഓൺസ് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം. കാരണം 24 ആഴ്ച നമ്മുടെ മുമ്പിലുണ്ട്, 6 മാസത്തോളം സമയമുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് പോർഷൻസ് പഠിക്കാത്തുണ്ടെങ്കിൽ നിങ്ങൾക്കിരുന്ന് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി 6ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് 5 വരുന്ന സബ്ജക്റ്റാണ്, അതായത് CA. കറണ്ട് അഫയേഴ്സ് ആണ് ആ ഒരു ദിവസം. 6ാമത്തെ ദിവസം സാറ്റർഡേ നിങ്ങൾ നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി കറണ്ട് അഫയേഴ്സ് പഠിച്ച് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നോക്കാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രം പബ്ലിക്കേഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. തൊഴിൽ വാർത്ത, തൊഴിൽ വീഥിയിലൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അല്ലേ, തൊഴിൽ വാർത്ത, തൊഴിൽ വീഥിയൊക്കെ വീക്ക്ലി വരുന്നതാണ്. സോ ആ ഒരു വീക്കിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം എങ്ങനെ കറണ്ട് അഫയേഴ്സിൻ്റെ നിങ്ങൾക്ക് കയ്യിൽ, കാരണം 8 മാർക്ക്, നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് എന്ന് മാത്രം മെയിൻസിനുള്ളതാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചേ പറ്റുള്ളൂ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ 2025 കംപ്ലീറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുക. 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കി വെക്കുക, പ്രത്യേകിച്ച് അവാർഡ്സ് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ നൊബേൽ പ്രൈസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകണം കേട്ടോ. ഇനി അടുത്തത് 7ാമത്തെ ദിവസമാണ്. നമ്മളുടെ ആ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. നമ്മൾ കുറേ കാര്യങ്ങൾ, എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിച്ചു. ആ ഒരു വീക്കിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് സിലബസിലെ കുറച്ച് കാര്യങ്ങളായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 7ാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ കൊടുക്കുക, വീക്ക്ലി റിവിഷൻ. അപ്പോൾ ഡേ 1 മുതൽ ഡേ 6 വരെ പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഡേ 7 നമ്മൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ കൊടുക്കുക. റിവിഷനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തൊഴിൽ വാർത്തയിലോ തൊഴിൽ വീഥിയിലോ ഒക്കെ വരുന്ന ആൻസേഴ്സ് ചെയ്യാം. ടെസ്റ്റ് സീരീസുകൾ, ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ, നമ്മുടെ ആപ്പിൽ തന്നെ 1,00,000 ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാക്സിമം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിലും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഡെയിലി വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീക്കിലി റിവിഷൻ്റെ ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ടെസ്റ്റുകളും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വീക്ക് 2 ആയി. തൊട്ടടുത്ത വീക്കിലേക്ക് വരുമ്പോൾ എന്താണ്, സെയിം പ്ലാൻ ആണ്. ആദ്യത്തെ 2 ദിവസം ഇരുന്ന് പഠിക്കുന്നു, 3ാമത്തെ ദിവസം റിവൈസ് ചെയ്യുന്നു, ബാക്കിയുള്ള ദിവസം കഴിഞ്ഞു വീക്ക്ലി റിവിഷൻ. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുക, സബ്ജക്ട്സ്, ഗ്രൂപ്പ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. കൃത്യമായിട്ട് ഒരേ രീതിയിൽ പോകുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഗ്രൂപ്പ് 2 ലോ പഠിച്ചു, ഗ്രൂപ്പ് 1 അടുത്ത ദിവസം ഗ്രൂപ്പ് 1 പഠിക്കുക. ഇനി അടുത്ത ദിവസം റിവിഷന് ശേഷം വരുന്ന ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് 4 ഇടാം, പിന്നെ ഗ്രൂപ്പ് 5 ഇടാം, ഗ്രൂപ്പ് 3 ഇടാം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിച്ചുവിടാം. പക്ഷേ എല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള കാര്യങ്ങളും എല്ലാ വീക്കിലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് സ്ട്രിക്ട്ലി നിങ്ങൾ ഫോളോ ചെയ്തോളണം.
മനസ്സിലായോ? എന്നാലാണ് നിങ്ങൾ സിലബസിൽ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്, എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഓർമ്മയില്ല, എവിടെ നിന്നൊക്കെയാ പഠിച്ചതെന്ന് ഓർമ്മയില്ല, എത്രയായി എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണിത്. ഇങ്ങനെ എല്ലാ വീക്കും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ വീക്കിലും നമ്മൾ കംപ്ലീറ്റ് സിലബസ് ആണ് കവർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഈ ഒരു 5 ഗ്രൂപ്പായപ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളും കവർ ആയല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് വീക്ക് ഏരിയാസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്തൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും ഇത്രയും സബ്ജക്ട്സ് ഒരു വീക്കിൽ നിർബന്ധമായിട്ടും കവർ ചെയ്തോളണം കേട്ടോ, എന്നാലാണ് കംപ്ലീറ്റ് ചെയ്ത് പോവുള്ളൂ. യെസ്. അപ്പോൾ അടുത്ത വീക്കിലേക്ക് ഒരു മാറ്റം. ഇനി വീക്ക് 3 വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പ്സിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. ഇനി ഇത് ചേഞ്ചസ് വേണ്ട, നിങ്ങൾക്ക് എല്ലാ വീക്കും ഒരേപോലെ പോകുന്നതാണ്, കൃത്യമായിട്ട് ഒരേ സ്ട്രക്ചറിൽ പോകുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, സെയിം രീതിയിൽ തന്നെ എല്ലാ വീക്കും ഒരേപോലെ തന്നെ പോവുക. ഓക്കെ, അപ്പം മടുപ്പ് വരില്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീക്കിലാണ് ആ ഒരു സബ്ജക്റ്റ് വരുള്ളൂ. അപ്പോൾ മടുപ്പ് ഒട്ടും ഫീൽ ചെയ്യില്ല. പക്ഷെ എല്ലാ സബ്ജക്ട്സും കവർ ചെയ്ത് പോവുകയും ചെയ്യും. റിവിഷൻ നിർബന്ധമായിട്ടും ചെയ്തോളണം. ഇന്ന് റിവിഷൻ ഡേ ആണെന്ന് വെറുതെ ഇരിക്കാതെ വിചാരിക്കരുത്. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഓക്കെ, സോ റിവിഷൻ ഡേ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടിരിക്കാനുള്ള ദിവസമല്ല, റിവിഷൻ ഡേ ആണ് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവുക. നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു 6 മാസം എടുക്കുകയാണെങ്കിൽ ഒരു 24 ആഴ്ചയോളം കിട്ടും. ഇങ്ങനെ വീക്കിലി പോയി കഴിഞ്ഞാൽ 24 വീക്സ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതി തന്നെ നിങ്ങളൊന്ന് പഠിച്ച് നോക്കുക. ഈ ഒരു പ്ലാൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിലി ഈ ഒരു എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമുക്കൊരു ലോ ടീം കൂടെ, മിൻറ്റ് ലോ അവെയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലോ ചാനൽ കൂടെ ഉണ്ട്. അപ്പോൾ അത് LLB ട്യൂഷനൊക്കെ പോകുന്നൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ 50% ഉള്ള ആ ഒരു 50 മാർക്കിൻ്റെ ലോ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാവുക. കാരണം ആ ഒരു 50 മാർക്കിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് അവരാണ് കവർ ചെയ്ത് തരിക. ഓക്കെ, അത് പ്രൊഫഷണൽസ് ആണ്, LLB പ്രൊഫഷണൽസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. സോ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ക്ലാസ് ആയിരിക്കും. കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീക്ക്ലി ഡെയിലി മെന്റർഷിപ്പുകൾ എല്ലാം അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് എല്ലാ ക്ലാസ്സസും ലൈവ് ആണ്, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും. അതിൻ്റെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 lakh ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി എക്സാംസ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SPCAD അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിൻ്റെ എല്ലാം തന്നെ കോച്ചിങ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീക്കിലി സ്റ്റഡി പ്ലാൻ ആണ് എപ്പോഴും എഫക്റ്റീവ് ആയിട്ട് പോവുക. മന്ത്ലി എടുക്കുമ്പോൾ നമുക്ക് കുറേ ദിവസത്തേക്ക് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ അത്ര എഫക്റ്റീവ് ആവില്ല. പക്ഷേ വീക്കിലി പ്ലാൻ ആണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവാനായിട്ട് നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രമിച്ച് നോക്കുക. ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് ഈ ഒരു കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഒരു 1 month ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവ് ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇനി അധികം വൈകരുത്. എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. നിങ്ങൾക്ക് ഈ ഒരു സിലബസിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരും. കാരണം ലോയോ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്സ് ഒക്കെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു കോഴ്സ്, ഒരു സപ്പോർട്ട് വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും MIN-PSCയുടെ ഈ ഒരു KAT അസിസ്റ്റന്റിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഒരു ഗൈഡൻസ് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. സപ്പോർട്ട് വേണം തോന്നുകയാണെങ്കിൽ ഈ ഒരു MIN-PSCയുടെ ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. KAT അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ പഠിച്ചു പോകുന്നത് എന്തായാലും നല്ലതായിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു PSC അപ്ഡേറ്റും ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.